ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അസറ്റിന്റെ പർച്ചേസ് എങ്ങനെയാണ് ടാലിയിൽ പോസ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പർച്ചേസും പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ അസറ്റ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക. അസറ്റിന്റെ പർച്ചേസ് തന്നെ ക്യാഷ് പർച്ചേസും വരും, ക്രെഡിറ്റ് പർച്ചേസും വരും. അതുപോലെ തന്നെ ടാക്സോട് കൂടിയിട്ടുള്ള പർച്ചേസും വരാം, ടാക്സ് ഇല്ലാത്ത പർച്ചേസും വരാം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഒരു കമ്പനീനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അസറ്റ് എങ്ങനെയാണ് ടാക്സ് ഇല്ലാതെ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അസറ്റ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ അത് പേയ്മെന്റ് വൗച്ചറിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. വിത്തൗട്ട് ടാക്സ് ആണ് കേട്ടോ, ടാക്സ് ഇല്ലാത്തൊരു പർച്ചേസ് ആണ്. അപ്പൊ ഞാനിവിടെ പേയ്മെന്റ് വൗച്ചർ തന്നെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് ഒരു ഫിക്സഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഡെബിറ്റിൽ നമ്മൾ അസറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫർണിച്ചർ ആണ്. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം ഫർണിച്ചർ. ഇതിന്റെ അണ്ടർ വരുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ നമ്മൾ അണ്ടർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇനി ഇവിടെ താഴെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസിൽ ടാക്സബിലിറ്റി ചോദിക്കും. അപ്പൊ ടാക്സ് ഇല്ലാത്തൊരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് നോട്ട് വാറ്റബിൾ കൊടുക്കാം, അല്ലെങ്കിൽ എക്സംപ്റ്റ് കൊടുക്കാം. ഇനി 0% ആണെങ്കിൽ 0 റേറ്റഡ് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ നോട്ട് വാറ്റബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമ്മൾ വാങ്ങുന്നത് ഇപ്പൊ ഒരു 5000 ദിർഹമാണ്, എമൗണ്ട് 5000 ദിർഹമാണ് കൊടുത്തിട്ടുള്ളത്. ക്രെഡിറ്റിൽ നമുക്ക് ക്യാഷ്, ഇനി ചെക്ക് ആയിട്ടാണെങ്കിൽ ബാങ്ക് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്യാഷിന് ഇവിടെ എമൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് റെഡ് കളർ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ക്യാഷിനൊന്ന് ഓപ്പണിംഗ് ബാലൻസ് ഇടാം. അപ്പൊ ഇത് പുതിയ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇതിൽ ക്യാഷ് ഒന്നും ഞാൻ മുന്നേ ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ക്യാഷിന് നമുക്കൊരു എമൗണ്ട് കൊടുക്കാം. അപ്പൊ ഞാനൊരു 10 ലക്ഷം ക്യാഷിന്റെ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാം, നരേഷൻ കൊടുത്ത് സേവ് ചെയ്യാം. ഇങ്ങനെയാണ് അസറ്റ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ചെയ്യാം. ചെക്ക് ആണെങ്കിൽ നമ്മൾ അവിടെ ബാങ്ക് ആണ് ക്രെഡിറ്റിൽ കൊടുക്കേണ്ടത്. സേവ് ചെയ്യാം. ഇനി ഇതേ ട്രാൻസാക്ഷൻ തന്നെ അസറ്റ് ക്രെഡിറ്റിലാണ് നമ്മൾ വാങ്ങുന്നത് എങ്കിൽ ഇത് പേയ്മെന്റിലല്ല ചെയ്യേണ്ടത്, ജേണലിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ എൻട്രി മാറും. ഡെബിറ്റിൽ നമ്മൾ അസറ്റ് തന്നെയാണ് കൊടുക്കുക. ക്രെഡിറ്റിൽ നമ്മൾ ആരുടെ അടുത്തു നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ പാർട്ടിയുടെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഡെബിറ്റിൽ നമ്മൾ ഇതേ അസറ്റ് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എമൗണ്ട് ഞാൻ സെയിം എമൗണ്ട് തന്നെ കൊടുത്തു. ദെൻ ക്രെഡിറ്റിൽ നമുക്കൊരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആരുടെ അടുത്തു നിന്നാണ് നമ്മൾ വാങ്ങുന്നത് ആ പാർട്ടിയുടെ പേരാണ് കൊടുക്കേണ്ടത്. ഫർണിച്ചർ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് അണ്ടർ കൊടുക്കുക. അതുപോലെ ആ പാർട്ടിയുടെ എമിറേറ്റ്, പിന്നെ TRN നമ്പർ, ടാക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടി ആണെങ്കിൽ TRN നമ്പർ കൊടുക്കുക. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് അസറ്റിന്റെ ക്രെഡിറ്റ് പർച്ചേസ് വരിക. ഇതും വിത്തൗട്ട് ടാക്സ് ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് സേവ് ചെയ്യാം. ഇനി എൻട്രി ചെയ്ത് വരുന്ന സമയത്ത് ഇതിൽ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ് വരും. അപ്പൊ നമ്മൾ ഇതിൽ ന്യൂ റഫ് ആണ് കൊടുക്കേണ്ടത്, കാരണം ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആയതുകൊണ്ട്. ഇനി ബിൽ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബിൽ നമ്പർ അടിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആക്സെപ്റ്റ്, നരേഷൻ കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ അസറ്റിന്റെ ക്യാഷ് പർച്ചേസും ചെയ്തു, അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസും ചെയ്തു. ഇനി ഇതേ ട്രാൻസാക്ഷൻസ് തന്നെ വിത്ത് ടാക്സോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് വാറ്റും കൂടി അതിൽ ഇൻക്ലൂഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പറയാൻ വേണ്ടി പോണത്. അപ്പൊ അത് നമ്മൾ പേയ്മെന്റിലോ അല്ലെങ്കിൽ ജേണലിലോ അല്ല ചെയ്യുന്നത്, പർച്ചേസ് വൗച്ചറിലാണ്. അപ്പൊ പർച്ചേസ് വൗച്ചറിൽ നമുക്കറിയാം 3 മോഡ് ഉണ്ട് എന്നുള്ളത്. അതിൽ അക്കൗണ്ടിങ് ഇൻവോയ്സിലാണ് നമ്മളത് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ഇവിടെ സപ്ലയർ ഇൻവോയ്സ് നമ്പർ ചോദിക്കുന്നുണ്ട്, നമുക്കിവിടെ ബിൽ നമ്പർ അടിച്ചു കൊടുക്കാം. ഇനി ക്യാഷ് പർച്ചേസ് ആണ് നമ്മൾ ആദ്യം ചെയ്ത് കാണിക്കാൻ വേണ്ടി പോണത്. ക്യാഷ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടി അക്കൗണ്ട് നെയിമിന്റെ അവിടെ നമ്മൾ ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. ഇനി ചെക്ക് കൊടുത്തിട്ടാണ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ പാർട്ടി അക്കൗണ്ട് നെയിമിന്റെ അവിടെ ബാങ്ക് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ക്യാഷ് പർച്ചേസ് ആയിട്ടാണ് ചെയ്യുന്നത്. പാർട്ടി അക്കൗണ്ട് നെയിമിൽ ക്യാഷ് കൊടുത്തു. ഇനി ഏത് പാർട്ടിയുടെ അടുത്ത് നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ പാർട്ടിയുടെ പേരും ഡീറ്റെയിൽസും നമുക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ ഒരു സ്ക്രീന്, പാർട്ടി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആരുടെ അടുത്ത് നിന്നാണോ പർച്ചേസ് ചെയ്യണത്
ആ പാർട്ടിയുടെ പേര് ഇവിടെ കാണിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സപ്ലയർ എന്നുള്ളിടത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഈ പാർട്ടിയുമായിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് ട്രാൻസാക്ഷൻസ് ഇല്ല. ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ ഒരു പാർട്ടിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ പാർട്ടിയുടെ എമിറേറ്റ്, കൺട്രി, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ടൈപ്പ്. അപ്പൊ നമുക്കിവിടെ ടാക്സിന് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ റെഗുലർ കൊടുക്കണം, അതുപോലെ TRN നമ്പർ കൊടുക്കുക. ഇനി എൻ്റർ ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മളോട് പർട്ടിക്കുലേഴ്സ് ചോദിക്കും. അപ്പൊ എന്ത് അസറ്റ് ആണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ആ അസറ്റിന്റെ പേര് ഇവിടെ കൊടുക്കണം. അപ്പൊ നേരത്തെ നമ്മൾ ഫർണിച്ചർ ആണ് പർച്ചേസ് ചെയ്തത്. അടുത്ത് നമുക്കൊരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടുന്ന് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പേര് കൊടുക്കുക കമ്പ്യൂട്ടർ. അണ്ടർ ഫിക്സ്ഡ് അസറ്റ് ആണ്. ഇനി ഇതിൽ നമ്മൾ ടാക്സ് ഉള്ളത് കൊണ്ട് തന്നെ ടാക്സബിൾ സെലക്ട് ചെയ്ത് കൊടുക്കണം, 5%. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് കൊടുക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് എമൗണ്ട് കൊടുക്കാം. അപ്പൊ ഞാനൊരു 10,000 ആണ് എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ തന്നെ നമുക്ക് ഇനി ടാക്സ് കൊടുക്കണം. അപ്പൊ ടാക്സ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇൻപുട്ട് വാറ്റ് ആണ്. ക്രിയേറ്റ് എടുത്തിട്ട് ഇൻപുട്ട് വാറ്റ്. ഇതിന്റെ അണ്ടർ വരുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. അണ്ടർ കൊടുക്കുക. പിന്നെ ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സിൽ നമുക്ക് വാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ടാക്സിന്റെ എമൗണ്ട് വന്നിട്ടില്ല. അപ്പൊ അസറ്റിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു അസറ്റിനെ ഒന്നും കൂടെ പോയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യണം. അതായത് അതിന്റെ ആ ടാക്സബിലിറ്റി എന്നുള്ളത് അവിടെ നോട്ട് വാറ്റബിൾ എന്നായിട്ടുണ്ടാവും. അസറ്റിന്റെ കേസിൽ മാത്രമാണ് എങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഒന്നും കൂടി പോയിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടുന്ന് ഈ അസറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് കീബോർഡിൽ കൺട്രോൾ എൻ്റർ കൊടുക്കുക. അപ്പൊ നമ്മൾ ആ ഒരു കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്ത അതേ സ്ക്രീനിലേക്ക് തന്നെ വരും. അതിൽ നമ്മൾ വീണ്ടും ഈ ടാക്സിബിലിറ്റി എന്നുള്ളത് ടാക്സിബിൾ ആക്കി കൊടുക്കണം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒഴിവായി പോകുന്നതാണ്. നമ്മൾ തന്നെ വീണ്ടും ഒന്ന് ശരിയാക്കി കൊടുക്കുക, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഇൻപുട്ട് വാറ്റിന്റെ എമൗണ്ട് വന്നിട്ടുണ്ടാവും. ഇനി വീണ്ടും നമുക്ക് ഈ ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഇനി സേവ് ചെയ്യുക. ഇതാണ് നമ്മൾ അസറ്റിന്റെ ക്യാഷ് പർച്ചേസ് വിത്ത് ടാക്സ്. ഇനി ഇതുപോലെ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് വരും. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് വരുമ്പോൾ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളിവിടെ ബിൽ നമ്പർ കൊടുക്കുക. ഈ പാർട്ടി അക്കൗണ്ട് നെയിമിന്റെ അവിടെ നമ്മൾ പാർട്ടിയുടെ പേരാണ് കൊടുക്കേണ്ടത്. ക്യാഷിന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്യാഷ് ആണ് കൊടുത്തത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പാർട്ടീനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോ ഒരു പാർട്ടിയുടെ പേര് കൊടുക്കുകയാണ്. കൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. ഇനി അവരുടെ എമിറേറ്റ്, അതുപോലെ തന്നെ TRN നമ്പർ ഒക്കെ കൊടുക്കുക. ഇനി അസറ്റ് ഞാനിവിടെ കമ്പ്യൂട്ടർ തന്നെയാണ് കാണിക്കുന്നത്. കമ്പ്യൂട്ടർ എടുത്തു. എമൗണ്ട് സെയിം എമൗണ്ട് തന്നെയാണ് കൊടുക്കുന്നത്, 10,000. തൊട്ട് താഴെ തന്നെ ഇൻപുട്ട് വാറ്റ്. ഇങ്ങനെയാണ് അസറ്റിന്റെ ക്രെഡിറ്റ് പർച്ചേസ് വിത്ത് ടാക്സ് വരുന്നത്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. അപ്പൊ സേവ് ചെയ്യുന്ന സമയത്ത് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റിൽ ന്യൂ റഫ് വരും. റഫറൻസ് നമ്പറിൽ ബിൽ നമ്പർ അവിടെ വന്നിട്ടുണ്ടാവും. നരേഷൻ കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോണത് വാറ്റിന്റെ റിപ്പോർട്ടാണ്. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കുക. അതില് വാറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ വാറ്റ് 201 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇവിടെ കാണാം. ഇവിടെ കണ്ട് ക്യാപിറ്റൽ ഗുഡ്സിലാണ് എമൗണ്ട് കാണിക്കുന്നത്. അത് പർച്ചേസ് അറ്റ് 5% കാണാം. അതിലാണ് 20,000. മൊത്തം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് 20,000 ദിർഹമാണ്. അതിന്റെ മുകളിൽ വരുന്ന ടാക്സ് ആണ് 1,000. ഇവിടെ ടോട്ടൽ വാറ്റ് റീഫണ്ടബിൾ എന്ന് കാണുന്നത് 1,000 കാണാം. കാരണം നമ്മൾ ഇതിൽ സെയിൽ ഒന്നും ചെയ്തിട്ടില്ല, ആകെ പർച്ചേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇൻപുട്ട് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അസറ്റിന്റെ പർച്ചേസ് ടാലി പ്രൈമിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. താങ്ക് യു ഓൾ.